+2 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാലജൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ആദ്യം നമുക്ക് ഹാലജന്റെ റിയാക്ടിവിറ്റിയും ഓക്സിഡൈസിംഗ് നേച്ചറും എന്താണെന്ന് നോക്കാം. ഹാലജൻസിന്റെ വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2np5 ആണെന്ന് നമ്മൾ പഠിച്ചു. ഒരു ഇലക്ട്രോണിനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഹാലജൻ സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് എത്തും. അതായത് വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആകും? 8 ഇലക്ട്രോൺ ആകും. അപ്പൊ എല്ലാ ഹാലജൻസും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് എക്സ് മൈനസ് ആയിട്ട് മാറും. അപ്പൊ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നവരാണ് ആര്? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നവർ. അതുകൊണ്ട് നമുക്ക് പറയാം ഹാലജൻസ് എല്ലാം പവർഫുൾ ഓക്സിഡൈസിംഗ് ഏജന്റ്സ് ആണ്. വളരെ പെട്ടെന്ന് ആ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് വാലൻസ് ഷെല്ലിന് 8 ഇലക്ട്രോൺ ആക്കി കളയും. ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് വൺ ഈസ് ഫ്ലൂറിൻ ആണ്. അതിന്റെ കാരണം അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ആണ് എങ്കിൽ അതിന്റെ അർത്ഥം ആ എലമെന്റിന് വളരെ പെട്ടെന്ന് ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ സാധിക്കുമെന്നാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അതിന്റെ എല്ലാം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഞാൻ എഴുതിയിട്ടുണ്ട്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ അതിന്റെ ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ദാറ്റ് ഈസ് +2.87 വോൾട്ട്. താഴേക്ക് വരുംതോറും കുറഞ്ഞാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഫ്ലൂറിന്റെ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിംഗ് നേച്ചറിന് കാരണം നമുക്ക് അതിന്റെ ഹയർ E0 വാല്യൂ ആണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ അതിന്റെ താഴെയുള്ള എലമെന്റ്സിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് അവയെ ഡിസ്പ്ലേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഫ്ലൂറിൻ മറ്റ് ഹാലൈഡ് അയണുകളെ, ഇത് ഹാലൈഡ് അയണുകൾ സോൾട്ട് ഫോമിൽ കിടക്കുന്നതാണ്, ഹാലൈഡ് അയണുകളെ അവയുടെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. എന്നിട്ട് ഫ്ലൂറിൻ എന്ത് സംഭവിക്കും? ഫ്ലൂറിൻ ഓക്സിഡൈസിംഗ് ഏജന്റ് അല്ലേ, അപ്പൊ ഫ്ലൂറിൻ റിഡക്ഷൻ സംഭവിക്കും. ഫ്ലൂറിൻ എന്തായിട്ട് മാറും? F- ആയിട്ട് മാറും. ഇത് ഹാലജനെ ഡിസ്പ്ലേസ് ചെയ്യും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇത് 3 എണ്ണമാണ്. ഇനി ഇതുപോലെ ഫ്ലൂറിന് ബാക്കി 3 എലമെന്റ്സിന്റെ അതിന്റെ താഴെയുള്ള എലമെന്റ്സിനെ ഡിസ്പ്ലേസ് ചെയ്യാം. അതുപോലെ ക്ലോറിന് അതിന്റെ താഴെയുള്ള ബ്രോമിനെയും അയഡിനെയും ഡിസ്പ്ലേസ് ചെയ്യാം. അതായത് അപ്പൊ ക്ലോറിൻ മറ്റ് ഹാലൈഡ് അയണുകളെ അവയുടെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ക്ലോറിന് റിഡക്ഷൻ നടക്കും, Cl- ആയിട്ട് മാറും. ഹാലൈഡ് അയണുകൾ അതിന്റെ താഴെയുള്ള ഹാലൈഡ് അയണുകൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെടും, X2 ആയിട്ട് മാറും. അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് ആരാണ്? ബ്രോമിനും അയഡിനുമാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ബ്രോമിന് അയഡൈഡിനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അയഡൈഡിനെ ഡിസ്പ്ലേസ് ചെയ്ത് ബ്രോമിൻ Br- ആയിട്ട് മാറും. അയഡൈഡ് അയൺ I2 ആയിട്ട് മാറും. അപ്പൊ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലോവർ അറ്റോമിക് നമ്പർ ഉള്ള ഹാലജൻസ് ഹയർ അറ്റോമിക് നമ്പർ ഉള്ള ഹാലജൻസിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു അവയുടെ സൊല്യൂഷനിൽ നിന്ന്. ബ്രോമിന് ഹയർ അറ്റോമിക് നമ്പർ അല്ലേ, ക്ലോറിൻ ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ ക്ലോറിൻ ലോവർ അറ്റോമിക് നമ്പർ ആണ്. ആ ലോവർ അറ്റോമിക് നമ്പർ ഉള്ളത് ഹയർ അറ്റോമിക് നമ്പർ ഉള്ളതിനെ അവയുടെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ കണ്ടു ഫ്ലൂറിൻ ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഓക്സിഡൈസിംഗ് ഏജന്റ്. ലീസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് പറയുന്നത് അയഡിൻ ആണെന്നും കണ്ടു. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഓഫ് ക്ലോറിൻ ഈസ് മോർ നെഗറ്റീവ്. ആരേക്കാൾ? ഫ്ലൂറിനേക്കാൾ മോർ നെഗറ്റീവ് ദാൻ ഫ്ലൂറിൻ. നമ്മൾ പഠിച്ചതാണിത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഫ്ലൂറിൻ നല്ല ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്? ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? ഒരു ഐസോലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിലാണ് നമ്മൾ പറയുന്നത്. ഐസോലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിന്റെ കേസിൽ, അതായത് ഇത് ഐസോലേറ്റഡ് ഗേഷ്യസ് ആറ്റം ആണെങ്കിൽ ഇതൊരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എമൗണ്ട് ഓഫ് എനർജി ആണെന്ത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എന്നാൽ ഓക്സിഡൈസിംഗ് പവർ നമ്മൾ എവിടെയാ പറയുന്നത്? സൊല്യൂഷൻസിലാണ് പറയുന്നത്.
അത് അക്വസ് മീഡിയം ആണ് അല്ലെ. അവിടെ ആരുണ്ട്? വാട്ടറിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ 1-2 ഫാക്ടേഴ്സ് കൂടി കൺസിഡർ ചെയ്യണം. അവിടെ ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ ½ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഉണ്ട് ഇവിടെ. അപ്പൊ ഈ വാട്ടറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് മറ്റ് ഫാക്ടേഴ്സിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇത് നമുക്ക് പറയണമെങ്കിൽ ഒരു ബോൺ ഹേബർ സൈക്കിളിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് ബോൺ ഹേബർ സൈക്കിൾ. ആദ്യം ഹാലജൻ ആറ്റം ഡിസോസിയേറ്റ് ചെയ്യണം. വേണ്ട, X- ആകാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. ആദ്യം ഹാലജൻ ഡിസോസിയേറ്റ് ചെയ്ത് എന്തായിട്ട് മാറണം? X ആയിട്ട് മാറണം. അപ്പൊ ഇവിടെ എന്ത് ആവശ്യമുണ്ട്? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആവശ്യമുണ്ട്. ഇനി ഇത് പോസിറ്റീവ് വാല്യൂ ആണ്, നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ആണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഇത് പോസിറ്റീവ് ആണ്. സോ ദിസ് ഈസ് പോസിറ്റീവ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറണം? X- ആയിട്ട് മാറണം. ഈ ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ഇത് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് നടക്കേണ്ട റിയാക്ഷൻ. ഇനി ഒരു തേർഡ് സ്റ്റെപ്പ് ഉണ്ട്. അതെന്താണ്? വാട്ടർ ആണ് മീഡിയം. അപ്പൊ എന്ത് സംഭവിക്കും? ഈ X- ചുറ്റും ആര് പൊതിയും? വാട്ടർ മോളിക്യൂൾസ് പൊതിയും. അങ്ങനെ പൊതിഞ്ഞ് ഇത് ഹൈഡ്രേറ്റഡ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഒരു എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. ഹൈഡ്രേഷന്റെ ഫലമായിട്ട് ഒരു എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ 3 സ്റ്റെപ്പിലായിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇനി ഫ്ലൂറിന്റെ കേസിൽ നമുക്കറിയാം, ഫ്ലൂറിന്റെ കേസിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ലോ ആണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ലോ ആണ്. ശരിയല്ലേ? ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അത് ലെസ് നെഗറ്റീവ് ആണ്. ആണല്ലോ, ലെസ് നെഗറ്റീവ് ആണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി തേർഡ് വൺ എന്താണ്? ഹൈ ആണ്. അപ്പം ഇത് നെഗറ്റീവ് ആണ്, റിലീസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ 3ന്റെയും ടോട്ടൽ എടുക്കുമ്പോൾ അതിന്റെ ΔH വാല്യൂ എന്ന് പറയുന്നത് മോർ നെഗറ്റീവ് ആണ് ഫ്ലൂറിന്റെ കേസിൽ. എന്നാൽ ക്ലോറിന്റെ കേസിൽ ഈ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഇതിനെ വിഘടിപ്പിക്കണമല്ലോ. ക്ലോറിനെ എന്തായിട്ട് മാറ്റണം? ക്ലോറിൻ മോളിക്യൂളിനെ ക്ലോറിൻ ആറ്റമാക്കി മാറ്റണം. അതിനു വേണ്ട ആ ഡിസോസിയേഷൻ എൻതാൽപ്പി ഹൈ ആണ്. പക്ഷെ സെക്കൻഡ് കേസിൽ ഇത് മോർ നെഗറ്റീവ് ആണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആണ്. തേർഡ് കേസിലെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഫ്ലൂറിനെ അപേക്ഷിച്ച് ലോ ആണ്. അപ്പൊ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഫ്ലൂറിൻ മോളിക്യൂളിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഫ്ലൂറിൻ F- അപേക്ഷിച്ച് Cl- കുറവാണ്. കാരണം ഇവിടെ F- കൂടാൻ കാരണം, ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടാൻ കാരണം അതിന്റെ സ്മോൾ സൈസ് ആണ്. ഫ്ലൂറിൻ ആറ്റത്തിന്റെ സ്മോൾ സൈസ് കാരണം അതിന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ 3 വാല്യൂസ് 1 + 2 + 3 ചെയ്യുമ്പോൾ ΔH മോർ നെഗറ്റീവ് ആകുന്നത് ആർക്കാണ്? ഫ്ലൂറിൻ മോളിക്യൂളിനാണ്, അല്ലെങ്കിൽ ഫ്ലൂറിൻ ആറ്റത്തിനാണ്. അതുകൊണ്ടാണ് ഫ്ലൂറിൻ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഈവൻ ദോ ദ electron gain enthalpy value of fluorine is less negative than chlorine, it is a powerful oxidizing agent due to these reasons. Okay, അപ്പോൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻസ് വെച്ചിട്ടും ഹാലജൻസിന്റെ റിലേറ്റീവ് ഓക്സിഡൈസിംഗ് പവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഫ്ലൂറിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിജനെ റിലീസ് ചെയ്യും. ഇക്വേഷൻ: ഫ്ലൂറിൻ മോളിക്യൂള് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് H+, 4H+, +4F-
പ്ലസ് O2. നോക്കിക്കേ, ഇവിടെ ഫ്ലൂറിന് റിഡക്ഷൻ ആണ് സംഭവിച്ചത്. ഫ്ലൂറിന് ഇവിടെ എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. കൂടാതെ ഇത് എക്സോതെർമിക്കുമാണ്. അതായത് ഇതിന്റെ ഡെൽറ്റ H വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. എന്നാൽ ക്ലോറിനും ബ്രോമിനും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ X2 എന്ന് എഴുതുകയാണ്. ഇവിടെ ക്ലോറിൻ ആൻഡ് ബ്രോമിൻ ആണ്. ഇത് രണ്ടെണ്ണം ക്ലോറിനും ബ്രോമിനുമാണ്. അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് രണ്ട് ആസിഡുകളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഹൈപ്പോഹാലസ് ആസിഡ്, ഇതാണ് ഹൈപ്പോഹാലസ് ആസിഡ്. അടുത്തത് HX, ഹൈഡ്രോഹാലിക് ആസിഡ്. നമുക്കറിയാം HCl, HBr ഒക്കെ ആയിട്ട് മാറും. എന്നാൽ അയഡിനുമായിട്ടുള്ള റിയാക്ഷൻ, അയഡിനും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഇത് നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇത് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു റിയാക്ഷൻ ആണ്. പകരം ഈ അയഡൈഡ് അയണിനെ ഓക്സിഡൈസ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? ഓക്സിജന് സാധിക്കും. ഈ റിയാക്ഷന്റെ ജസ്റ്റ് ഒരു റിവേഴ്സ് റിയാക്ഷൻ നമുക്ക് ഇവിടെ നോക്കി തന്നെ എഴുതാം. ഇവിടെ F- പകരം നമുക്ക് എന്ത് എഴുതാം? അയഡൈഡ് എഴുതാം. സോ 4I- പ്ലസ് 4H3O പോസിറ്റീവ് പ്ലസ് ഓക്സിജൻ. അതായത് ഓക്സിജൻ അയഡൈഡ് അയണിനെ ഓക്സിഡൈസ് ചെയ്യിക്കുന്നു. എന്നിട്ട് എന്തായിട്ട് മാറുന്നു? ഇവിടെ ഫ്ലൂറിൻ ആണ് ഉണ്ടായത്. അപ്പൊ ഇതിന് പകരം ഇവിടെ എന്തുണ്ടാകും? അയഡിൻ ആയിട്ട് മാറും. സോ 2 molecules ഓഫ് അയഡിൻ പ്ലസ് 2 molecules ഓഫ് വാട്ടർ ആണ് ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ. സോറി, ഇവിടെ 4H2 ആണ് കേട്ടോ, 4H2. അപ്പോഴാണ് ഇക്വേഷൻ ബാലൻസ്ഡ് ആകുന്നത്. ഓക്കെ, ഇനി ഇത് നോക്കുകയാണെങ്കിൽ അതായത് ഫ്ലൂറിനുമായിട്ടുള്ള റിയാക്ഷന്റെ ഈ ഫസ്റ്റ് റിയാക്ഷന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് അയഡൈഡ് അയണുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ അയഡിനും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഈ ഹാലജൻസിന്റെ റിലേറ്റീവ് ഓക്സിഡൈസിംഗ് പവർ. സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിംഗ് ഏജന്റ് ഏതാണ്? ഫ്ലൂറിൻ ആണ്. ലീസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ഏതാണ്? അയഡിൻ ആണ്. ഓക്കെ, അടുത്തത് ഫ്ലൂറിന്റെ അനോമലസ് ബിഹേവിയറിന് കാരണം എന്തൊക്കെയാണ്? ഫ്ലൂറിൻ ആ ഗ്രൂപ്പിലെ മറ്റ് എലമെന്റ്സിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കാൻ കാരണം. ഒന്നാമത്തെ കാര്യം, ഫ്ലൂറിനെ നമ്മൾ പഠിച്ചു ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ് ഫ്ലൂറിൻ. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഷോർട്ട് ഫോം ആണ് എഴുതുന്നത്, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ആണ്. അയണൈസേഷൻ എൻതാൽപ്പി ഹൈ ആണ് ഫ്ലൂറിന്റെ. അതുപോലെ E0 വാല്യൂ നമ്മൾ കണ്ടു. ഹയർ E0 വാല്യൂ ആണ് ആർക്കുള്ളത്? ഫ്ലൂറിനുള്ളത്. അപ്പം ഫ്ലൂറിന്റെ കേസിൽ ഈ 3 വാല്യൂസ് ഹൈ ആണ്. ഇനി അയണിക് ആൻഡ് കോവാലന്റ് റേഡിയേ, അതായത് സൈസ് അയണിക് റേഡിയയും കോവാലന്റ് റേഡിയയും ഓർ കോവാലന്റ് റേഡിയേ എന്ന് പറയുന്നത് ഫ്ലൂറിൻ എങ്ങനെയാണ്? ലോയാണ് അല്ലെ? അതുപോലെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ഫ്ലൂറിന് ലോയാണ്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എങ്ങനെയാണ്? ഫ്ലൂറിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ലോ അല്ലേ? അതുപോലെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ലെസ് നെഗറ്റീവ് അല്ലേ? ആണല്ലോ. സോ ഈ വാല്യൂസ് എല്ലാം എന്താണ്? ലോയാണ്. അപ്പൊ നോക്കിക്കേ, ഫ്ലൂറിന്റെ അനോമലസ് ബിഹേവിയറിന് എത്ര കാരണങ്ങളുണ്ട്? 7 കാരണങ്ങളുണ്ട്. അതിൽ 3 ഹൈ വാല്യൂ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി, അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഹൈ ആണ്. എന്നാൽ സൈസ്, ഇത് റേഡിയേ എന്ന് പറയുന്നത് സൈസ് ആണ്, സ്മോൾ സൈസ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ലോ ആണ്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറവാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആൻഡ് ലോ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്. എട്ടാമതായിട്ട് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്. ഫ്ലൂറിൻ എന്തില്ല? ഡി ഓർബിറ്റല് ഇല്ല. ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത് 1s2 2s2 2p5 എന്നാണ്. ഡി സബ്ഷെല്ല് തുടങ്ങുന്നത് ഏത് ക്വാണ്ടം നമ്പറിലാണ്? 3. n=3യിലാണ് ഡി സബ്ഷെല്ല് തുടങ്ങുന്നത്. ഇവിടെ 3 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് there is no d orbital. ഇതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ കുറെ ബിഹേവിയറുകൾ കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫ്ലൂറിൻ മറ്റ് എലമെന്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ റിയാക്ഷൻസ് ഒക്കെ ഹൈലി എക്സോതെർമിക് ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഈസ് റിലീസ്ഡ്. അതിന് കാരണമുണ്ട് ഫ്ലൂറിൻ ചെറിയ സൈസ് ആണ്, സ്മോൾ സൈസ് ആണ്.
അപ്പൊ അവയുണ്ടാക്കുന്ന ബോണ്ട് എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് സ്ട്രോങ് ബോണ്ട് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. ബോണ്ട് ലെങ്ത് കുറയുമ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് കൂടും. അപ്പൊ സ്മോൾ ആൻഡ് സ്ട്രോങ് ബോണ്ട് ഉണ്ടാക്കുന്നത് കാരണം ഫ്ലൂറിൻ മറ്റ് എലമെന്റ്സുമായിട്ട് ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് എന്താണ്? എക്സോതെർമിക് ആണ്. അതിന് കാരണം ഫ്ലൂറിന്റെ ഈ അനോമലസ് ബിഹേവിയർ തന്നെയാണ്. സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് ലെസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ. ഓക്കെ, ഇനി അതുപോലെ ഫ്ലൂറിൻ ആകെ കാണിക്കുന്ന ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. ബാക്കി എല്ലാ എലമെന്റ്സും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, ഇല്ലേ? ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ആണ്. അതിന് കാരണം എന്താണ്? അത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് കാരണം. ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകാൻ കാരണം എന്താണ്? ഡ്യൂ ടു ദ സ്മോൾ സൈസ് ഓഫ് ഫ്ലൂറിൻ ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഫ്ലൂറിന്റെ സ്മോൾ സൈസും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കാരണമാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ലിക്വിഡ് ആവുന്നത്. എന്നാൽ ഹാലജൻസിന്റെ ബാക്കി ഹൈഡ്രൈഡുകളെല്ലാം ഗ്യാസസ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് ഫ്ലൂറിൻ ആകെ ഒരൊറ്റ ഓക്സോ ആസിഡുകളെ ഫോം ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് HOF. ബാക്കി എല്ലാ ഹാലജൻസും കൂടുതൽ ഓക്സോ ആസിഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഫ്ലൂറിൻ ഒറ്റ ഓക്സോ ആസിഡ് ഉണ്ടാക്കുന്നുള്ളൂ, ദാറ്റ് ഈസ് HOF. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അനോമലസ് ബിഹേവിയറിന് എക്സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്ലൂറിൻ അനോമലസ് ബിഹേവിയർ ആയിട്ട് കാണിക്കുന്നതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ഇതൊക്കെ പറയാം കേട്ടോ. അടുത്തത് റിയാക്ടിവിറ്റി ടുവാർഡ്സ് ഹൈഡ്രജൻ. ഈ ഹാലജൻസ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നു? ഹൈഡ്രോഹാലിക് ആസിഡുകളായിട്ട് മാറുന്നു. ഹൈഡ്രജൻ ഹാലൈഡുകൾ എന്ന് പറയുന്നത് HF, HCl, HBr, HI. ഇവയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. അതൊന്നും നമുക്കൊന്ന് നോക്കാം. ഹൈഡ്രജനുമായിട്ടുള്ള അഫിനിറ്റി അല്ലെങ്കിൽ ഹൈഡ്രജനോടുള്ള അഫിനിറ്റി ഹാലജന്റെ താഴേക്ക് വരുന്നതോറും കുറഞ്ഞു വരുന്നു. ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉള്ളത് ഫ്ലൂറിനാണ്. താഴേക്ക് ഐഡിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും ആ അഫിനിറ്റി കുറഞ്ഞു വരുന്നു. ഇനി ഇവയുടെ ബോയിലിംഗ് പോയിന്റ് നോക്കുകയാണ്. ഈ ഹൈഡ്രജൻ ഹാലൈഡുകളുടെ ബോയിലിംഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആർക്കാണ്? ഹൈഡ്രജൻ ഫ്ലൂറൈഡിനാണ്. നമ്മൾ കണ്ടു അല്ലേ? അത് എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ ഫ്ലൂറൈഡിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകാൻ കാരണം? ഡ്യൂ ടു ദ സ്മോൾ സൈസ്. ഫ്ലൂറിന്റെ സ്മോൾ സൈസും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കാരണം ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഹൈഡ്രജൻ ഫ്ലൂറൈഡിനാണ്. എന്നാൽ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ മറ്റ് ഹൈഡ്രജൻ ഹാലൈഡുകൾക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഇല്ല, കുറവാണെന്ന് പറയാം. ഡ്യൂ ടു ഇറ്റ്സ് സ്മോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി, ലെസ് വാല്യൂ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇനി ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് ആർക്കുള്ളത്? ഹൈഡ്രജൻ ഫ്ലൂറൈഡിനുള്ളത്. ഹൈഡ്രജൻ ഫ്ലൂറൈഡിനാണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ആരേക്കാൾ? ദാൻ HCl. എന്നാൽ HBrന് HIക്കും മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. കാരണം HBr ആൻഡ് HI ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതിന് കാരണമുണ്ട്. താഴേക്ക് വരുന്നവരും ഹാലജന്റെ സൈസ് കൂടിയാണ് വരുന്നത്. സോ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് കൂടുന്നു? വാൻഡർ വാൾസ് ഫോഴ്സ് കൂടുന്നു. അപ്പൊ വാൻഡർ വാൾസ് ഫോഴ്സ് കൂടി കഴിഞ്ഞാൽ അവ തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. അങ്ങനെ അവയുടെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിട്ട് മാറുന്നു. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബോണ്ട് ലെങ്ത്. ഹൈഡ്രജൻ ഹാലൈഡിലെ ബോണ്ട് ലെങ്തും അവയുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും. നോക്കിക്കേ, HX ബോണ്ട് ലെങ്ത് താഴേക്ക് വരുന്തോറും ഈ ബോണ്ട് ലെങ്ത് കൂടി വരുന്നു. ബോണ്ട് ലെങ്ത് കൂടുന്നത് കൊണ്ട് സോ ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് ഇൻ എ ഗ്രൂപ്പില് കൂടി വരുന്നു. എന്നാൽ അപ്പൊ ബോണ്ട് ലെങ്ത് കൂടിയാല് ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരില്ലേ? ബിക്കോസ് ബോണ്ട് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്. അപ്പം ഏറ്റവും വീക്ക് ബോണ്ട് ആയിരിക്കും ആരുടേത്? HIയുടേത് അല്ലെ? അപ്പൊ HI ബോണ്ട് എന്ന് പറയുന്നത് വീക്ക് ബോണ്ട് ആയിരിക്കും. ശരിയാണല്ലോ? വീക്ക് ബോണ്ട് ആണ്. അതായത് ബോണ്ട് സ്ട്രെങ്ത് താഴേക്ക് വരുന്തോറും ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ്. ഇതേ കാരണം കൊണ്ട് തന്നെ ഈസി ആയിട്ട് H+നെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ബോണ്ട് സ്ട്രെങ്ത് കുറയുന്നത് കൊണ്ട് HX ബോണ്ടിൽ നിന്ന് H+നെ വിട്ടുകൊടുക്കാൻ
പെട്ടെന്ന് സാധിക്കുന്നു. അതുകൊണ്ട് എന്ത് കൂടുന്നു? അസിഡിക് സ്ട്രെങ്ത് കൂടുന്നു. അതായത് ആസിഡ് ആയിട്ടാകാൻ ആക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുന്നു, ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രജൻ ഹാലൈഡുകളിൽ ഏറ്റവും നല്ല ആസിഡ് ഏതാണ്? HF ആണോ HI ആണോ? പെട്ടെന്ന് H+ വിട്ടുകൊടുക്കുന്നത് HI അല്ലേ? കാരണം താഴേക്ക് വരുന്തോറും ആ ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ആ ഓർഡർ ഒന്ന് എഴുതുകയാണെങ്കിൽ, അസിഡിക് സ്ട്രെങ്തിന്റെ ഓർഡറിൽ നമ്മൾ ഈ ആസിഡിനെ ഒന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ. ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ലെസ് ദാൻ സൈൻ ഇട്ടാണ് എഴുതുന്നത്. സോ HF ഈസ് ലെസ് അസിഡിക് ദാൻ, HCl ഈസ് ലെസ് അസിഡിക് ദാൻ, HBr ഈസ് ലെസ് അസിഡിക് ദാൻ HI. അപ്പൊ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? HI ആണ് സ്ട്രോങ്സ്റ്റ് ആസിഡ്. വീക്കസ്റ്റ് ആസിഡ് ഏതാണ്? HF ആണ്. ഇനി ഇത് അസിഡിക് സ്ട്രെങ്തിന്റെ ഓർഡർ ആണ്. ഇത് ഏത് ഓർഡർ ആണ്? ഇൻക്രീസിംഗ് ഓർഡർ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതുക, അതുപോലെ അതിന്റെ റീസൺ എഴുതുക. രണ്ട് റീസൺ ആണ് പറഞ്ഞത്. ബോണ്ട് സ്ട്രെങ്ത് താഴേക്ക് വരുന്തോറും കുറഞ്ഞു വരുന്നു, അതായത് ബോണ്ട് ലെങ്ത് കൂടി വരുന്നു. അതുകൊണ്ട് ഈസി ആയിട്ട് H+നെ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി തെർമൽ സ്റ്റെബിലിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, തെർമലി ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ഹാലൈഡ് ഏതാണ്? ദാറ്റ് ഈസ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണ്. കാരണം ഹൈഡ്രജൻ ഫ്ലൂറൈഡിൽ നിന്ന് ഹൈഡ്രജൻ അയഡിലേക്ക് വരുമ്പോൾ അവയുടെ ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നു. സോ തെർമലി മോസ്റ്റ് സ്റ്റേബിൾ ഏതാണ്? ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണ്. തെർമലി മോസ്റ്റ് സ്റ്റേബിൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണ്. അതിനുശേഷം HCl, അതിനുശേഷം HBr, അതിനുശേഷം HI. അപ്പൊ ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ സൈനും, ഡിക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ സൈനും ഇട്ട് എഴുതണം. അപ്പം തെർമലി സ്റ്റേബിൾ ആണോ, അല്ലെങ്കിൽ തെർമൽ സ്റ്റെബിലിറ്റിയുടെ ബേസിസിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? HF മോർ സ്റ്റേബിൾ ദാൻ HCl, മോർ സ്റ്റേബിൾ ദാൻ HBr, മോർ സ്റ്റേബിൾ ദാൻ HI എന്ന് എഴുതാം, അല്ലെ? ഇത് ഡിക്രീസിംഗ് ഓർഡർ ആണ്. ഇത് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് തെർമൽ സ്റ്റെബിലിറ്റി. ഓക്കെ. അടുത്തത് റിയാക്ടിവിറ്റി ടുവാർഡ്സ് ഓക്സിജൻ. ഹാലജൻസ് ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ മിക്ക ഓക്സൈഡുകളും അൺസ്റ്റേബിൾ ആണ്. ഇനി നമുക്ക് ഓരോ എലമെന്റും ഉണ്ടാക്കുന്ന ഓക്സൈഡുകൾ ഒന്ന് നോക്കാം. ഫ്ലൂറിൻ ആകെ 2 ഓക്സൈഡുകളാണ് ഉണ്ടാക്കുന്നത്, OF2 ആൻഡ് O2F2. ഇവ അറിയപ്പെടുന്നത് ഓക്സിജൻ ഫ്ലൂറൈഡ് എന്നാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഓക്സിജൻ പീരിയോഡിക് ടേബിളിലെ മറ്റ് എലമെന്റ്സുമായിട്ട് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളെ ഓക്സൈഡുകൾ എന്നാണ് വിളിക്കുന്നത്. അതായത് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ ആയിട്ട് ഓക്സിജൻ റിയാക്ട് ചെയ്താൽ എന്തെന്നാ വിളിക്കുന്നത്? ഓക്സൈഡ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഫ്ലൂറിനുമായിട്ട് കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിനെ വിളിക്കുന്നത് ഓക്സിജൻ ഫ്ലൂറൈഡ് എന്നാണ്. എന്താ അതിന്റെ റീസൺ? ബിക്കോസ് ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓക്സിജൻ. ഓക്സിജനേക്കാൾ ഇലക്ട്രോനെഗറ്റീവ് ആണ് ഫ്ലൂറിൻ. അതുകൊണ്ടാണ് ഓക്സിജനും ഫ്ലൂറിനുമായിട്ട് ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളെ ഓക്സിജൻ ഫ്ലൂറൈഡ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ളത് OF2 മാത്രമേ ഉള്ളൂ. 298 കെൽവിനിൽ അത് സ്റ്റേബിൾ ആണ്. ഇനി ഇവ രണ്ടും നല്ല ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ ആറ്റത്തിനെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, OF2, O2F2. അതുകൊണ്ട് തന്നെ O2F2 പ്ലൂട്ടോണിയം ഹെക്സാഫ്ലൂറൈഡ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ O2F2 ന്യൂക്ലിയർ സ്പെന്റ് ഫ്യൂവലിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള പ്ലൂട്ടോണിയത്തെ മാറ്റിക്കളയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സോ ബോത്ത് ആർ ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ്സ്. O2F2 ഓക്സിഡൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പ്ലൂട്ടോണിയത്തെ ഓക്സിഡൈസ് ചെയ്ത് PuF6 ആക്കി ന്യൂക്ലിയർ സ്പെന്റ് ഫ്യൂവലിൽ നിന്ന് റിമൂവ് ചെയ്യും, അവിടെ കൂടുതലുണ്ട് എങ്കിൽ. ഓക്കെ. ഇനി ക്ലോറിനും, ബ്രോമിനും, അയഡിനും ഓക്സിജനുമായിട്ട് ചേർന്നുണ്ടാകുന്ന ഓക്സൈഡുകളില് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇറ്റ് റേഞ്ചസ് ഫ്രം +1 to +7. ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അത് കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സൈഡ് ഉണ്ടാക്കുന്ന ക്ലോറിൻ, ബ്രോമിൻ, അയഡിന്റെ ഓക്സൈഡുകളാണ് ഏറ്റവും സ്റ്റേബിൾ ഓക്സൈഡ് അയഡിന്റേതാണ്. ലീസ്റ്റ് സ്റ്റേബിൾ ഓക്സൈഡ് എന്ന് പറയുന്നത് ഏതാണ്?
ആരുണ്ടാക്കുന്നതാണ്? ബ്രോമിൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ആ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സ്റ്റെബിലിറ്റി ഓഫ് ഓക്സൈഡ്സിന്റെ ഓർഡർ I ഈസ് മോർ സ്റ്റേബിൾ ദാൻ ക്ലോറിൻ വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ബ്രോമിൻ. ഇതാണ് ആ ഓർഡർ. ഓക്കെ. ഓൾവേസ് ഹയർ ഓക്സൈഡ്സ് ഓഫ് ഹാലജൻസ് ആർ മോർ സ്റ്റേബിൾ. ഹയർ ഓക്സൈഡ്സ് ആണ്, അതാണ് പറഞ്ഞത്, ഹയർ ഓക്സൈഡ്സ് ഓഫ് ഹാലജൻസ് മോർ സ്റ്റേബിൾ. ഓക്കെ. ഇനി ക്ലോറിൻ ഉണ്ടാക്കുന്ന ഓക്സൈഡുകൾ Cl2O, ClO2, Cl2O6 ആൻഡ് Cl2O7. ഇത്രയുമാണ് ക്ലോറിൻ ഉണ്ടാക്കുന്ന ഓക്സൈഡുകൾ. ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്. മാത്രമല്ല ഇവ നല്ല ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റിന് എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അതുപോലെ ഇത് എക്സ്പ്ലോഡ് ചെയ്യാനായിട്ടുള്ള എക്സ്പ്ലോസീവ് നേച്ചർ ഉള്ളതാണ്. എക്സ്പ്ലോസീവ് നേച്ചർ ആണ്, എക്സ്പ്ലോഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. ഇതിൽ തന്നെ ഈ ഒരു ക്ലോറിന്റെ ഓക്സൈഡ് ClO2 ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പേപ്പർ പൾപ്പ്, ടെക്സ്റ്റൈൽസിലൊക്കെ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ വാട്ടർ ട്രീറ്റ്മെന്റിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത് ബ്രോമിന്റെ ഓക്സൈഡുകൾ Br2O, BrO2, BrO3. ലീസ്റ്റ് സ്റ്റേബിൾ ഓക്സൈഡ്സ് ആണ്. നമ്മൾ കണ്ടു ബ്രോമിൻ ആണ് ഏറ്റവും സ്റ്റെബിലിറ്റി കുറഞ്ഞ ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നത്. ആൻഡ് എക്സിസ്റ്റ് ഓൺലി അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. സോ ഇറ്റ് ആക്ട് ആസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്സ്. ഇനി അയഡിന്റെ ഓക്സൈഡുകൾ I2O4, I2O5, I2O7. ഇവയെല്ലാം ഇൻസോല്യൂബിൾ സോളിഡ്സ് ആണ്. അതുപോലെ ഇത് ഡീകമ്പോസ് ചെയ്യും. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡീകമ്പോസ് ചെയ്യും. ട്രയാങ്കിൾ സൈഡിട്ടിരിക്കുന്ന ഹീറ്റിങ്ങിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്ത് I2O5 എന്ന് പറയുന്നത് പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നല്ല ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. മാത്രമല്ല ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡിന്റെ എസ്റ്റിമേഷന് ഉപയോഗിക്കുന്നുണ്ട് ഈ I2O5 എന്ന് പറയുന്നത്, അയഡിൻ പെന്റോക്സൈഡ്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഹാലജൻസിന്റെ ഓക്സൈഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് മെറ്റൽസ്. ഹാലജൻസ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് മെറ്റൽ ഹാലൈഡുകൾ ഉണ്ടാക്കുന്നു. മെറ്റൽ ഹാലൈഡ്സ്. ഫോർ എക്സാമ്പിൾ മഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റലുമായിട്ട് ബ്രോമിൻ റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ബ്രോമൈഡ് ഉണ്ടാക്കുന്നു. ഇവയുടെ ഒരു ബോണ്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് അയണിക് നേച്ചർ. ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇതിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? ഫ്ലൂറിൻ ആണ്. അപ്പം ഫ്ലൂറിൻ ഉണ്ടാക്കുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഹൈലി അയണിക് ആയിരിക്കും. അപ്പം സ്ട്രോങ് അയണിക് ക്യാരക്ടറാണ് മെറ്റൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കുന്നത്. അതിനേക്കാൾ കുറച്ച് അയണിക് ക്യാരക്ടറാണ് മെറ്റൽ ക്ലോറൈഡുകൾ. അതിനേക്കാൾ കുറവാണ് മെറ്റൽ ബ്രോമൈഡുകൾ. അതിനേക്കാൾ കുറവാണ് മെറ്റൽ അയഡൈഡുകൾ. ഓക്കെ. സോ M എന്ന് പറയുന്നത് ഇവിടെ മോണോവാലന്റ് മെറ്റൽ ആണ്. +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള മെറ്റൽ ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ അയണിക് നേച്ചർ കുറഞ്ഞു വരുന്നു, താഴേക്ക് വരുന്നതോറും. കാരണം നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്തോറും അയണിക് നേച്ചർ, അയണിക് ബോണ്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അയണിക് ക്യാരക്ടർ ഡിക്രീസസ്, താഴേക്ക് വരുന്നതോറും കുറഞ്ഞു വരുന്നു. ഇനി സപ്പോസ് ഒരു മെറ്റല് ഒന്നിലധികം ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കാണുക എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ടിന്ന് നമുക്കറിയാം 2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കാണുന്നുണ്ട്. +4 സ്റ്റേറ്റിലും +2 സ്റ്റേറ്റിലും കാണുന്നുണ്ട്. ഈ ടിൻ ഉണ്ടാക്കുന്ന ഒരു ഹാലൈഡ് ആണ് SnCl4, SnCl2. ഇങ്ങനെ 2 ഹാലൈഡുകളെ ഉണ്ടാക്കുകയാണ് എങ്കിൽ അതിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളതായിരിക്കും മോർ കോവാലന്റ്. ഫോർ എക്സാമ്പിൾ ടിൻ മാത്രമല്ല, ലെഡിന്റെ ക്ലോറൈഡുകൾ, ആന്റിമണിയുടെ ക്ലോറൈഡുകൾ, യുറേനിയം പിന്നെ ഫ്ലൂറൈഡ്, ഇവയെല്ലാം ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. +4, +5 ആൻഡ് +6 ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് മെറ്റൽ. അപ്പൊ ഇവ എന്തായിരിക്കും? കോവാലന്റ് ആയിരിക്കും. എന്നാൽ ടിൻ പോലെ തന്നെ ലെഡ് ഉണ്ടാക്കുന്നുണ്ട്. PbCl2, SbCl3 ആൻഡ് UF4. ഇവയെല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +2, +3,
+4. ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇത് ലെസ് കോവാലന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ അയണിക് ക്യാരക്ടർ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഹാലൈഡുകളെ കുറിച്ച്, മെറ്റൽ ഹാലൈഡുകളെ കുറിച്ച് നമുക്ക് ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് ഹാലജൻസ് റിയാക്ട് വിത്ത് ഹാലജൻസ്. ഹാലജൻസുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകൾ. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, അപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കാം. ഓക്കെ, ഇനി ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ്. കൺസിഡറിംഗ് ദ പാരാമീറ്റേഴ്സ് സച്ച് ആസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഹൈഡ്രേഷൻ എൻതാൽപ്പി, കമ്പയർ ദ ഓക്സിഡൈസിംഗ് പവർ ഓഫ് ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, അത് എഴുതുക. ഓക്കെ, നോട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ, അറേഞ്ച് ദ ഹൈഡ്രേറ്റ്സ് ഓഫ് ഹാലജൻസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അസിഡിക് സ്ട്രെങ്ത്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റിയുടെയും അസിഡിക് സ്ട്രെങ്തിന്റെയും ഇൻക്രീസിംഗ് ഓർഡറിൽ. അപ്പൊ ഏത് സൈൻ ഇടണം? ലെസ് ദാൻ സൈൻ ഇട്ട് എഴുതണം. അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? HIക്കാണ്, HFനല്ല. തെർമൽ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്? HFനാണ്. ഓക്കെ, തേർഡ് വൺ, ഗീവ് റീസൺ ഫോർ ദ അനോമലസ് ബിഹേവിയർ ഓഫ് ഫ്ലൂറിൻ. ഓൾസോ ഗീവ് 2 examples to show its anomalous behavior. അനോമലസ് ബിഹേവിയറിന്റെ റീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 എക്സാമ്പിൾ പറയാനുള്ളതിന് ഫ്ലൂറിൻ മാത്രമേ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുള്ളൂ എന്ന് പറയാം. ഫ്ലൂറിൻ ഒറ്റ ഓക്സാസിഡേ ഉണ്ടാക്കുന്നുള്ളൂ, ദാറ്റ് ഈസ് HOF ആണെന്ന് പറയാം. അങ്ങനെ HF ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, ബാക്കി എല്ലാ ഹൈഡ്രൈഡുകളും ഗ്യാസസ് ആണ്. അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.